ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന്യനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ പൊൻകുന്നം എന്ന സ്ഥലത്ത് നിന്ന് എഴുതുന്ന കത്താണിത്. ഇവിടെ 1.5 ഏക്കറിലായിട്ടാണ് എൻ്റെ വീട് നിൽക്കുന്നത്. വീടിന് ചുറ്റും മതിൽ കെട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ താമസമായതിൽ പിന്നെ എന്നും ഓരോരോ രോഗങ്ങളാണ്. മക്കൾ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിലും അതനുസരിച്ചുള്ള ജോലി കിട്ടുന്നുമില്ല. ജാതകത്തിൽ നല്ല സമയം ആണെന്ന് പറയുന്നുമുണ്ട്. പക്ഷേ അനുഭവത്തിലൊന്നും വരുന്നില്ല. എൻ്റെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പ്ലാൻ ഇതോടൊപ്പം വയ്ക്കുന്നു. വീടിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ദോഷം കൊണ്ടാണോ ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്ന് ദയവായി പറഞ്ഞു തരണം, സഹായിക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു മെയിൻ ഡോറ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ കട്ടള വെക്കുന്ന സമയത്ത് നല്ലൊരു ഡേറ്റ് കുറിച്ചിട്ട് നല്ല ഒരു സമയം കുറിച്ചിട്ട് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ മെയിൻ ഡോറിൻ്റെ സ്ഥാനം ഒരിക്കലും തെറ്റിപ്പോകരുത്. കാരണം വെച്ചാൽ മെയിൻ ഡോറാണെങ്കിലും നമ്മുടെ ഗേറ്റിൻ്റെ സ്ഥാനമാണെങ്കിലും ഈ ആദ്യം നമ്മുടെ കോമ്പൗണ്ടിലോട്ട് വരുന്നത് ഗേറ്റ് വഴിയാണ്. അപ്പോൾ ആ ഗേറ്റ് വഴി നമ്മൾ കടന്നു വരുന്നത് നമ്മുടെ വീടിനകത്തോട്ട് ആദ്യം കയറുന്നത് മെയിൻ ഡോർ വഴിയാണ്. അപ്പോൾ ഗേറ്റിൻ്റെയും മെയിൻ ഡോറിൻ്റെയും സ്ഥാനം കൃത്യമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇവർക്ക് പറ്റിയിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു കാരണവശാലും ഇത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യങ്ങളും ഇതിനകത്ത് ഓൾറെഡി വരുന്നില്ല. കാരണം വെച്ചാൽ വടക്കോട് ദർശനമായ വീടാണ്. അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഈ വീടിൻ്റെ മദ്യം എടുത്ത ശേഷം ഇതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഈ ഡോറ് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ ഇവർക്ക് സൗഭാഗ്യവും ആരോഗ്യവും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ പെട്ടെന്ന് കൈവരികയും ചെയ്യും. കാരണം വെച്ചാൽ ഡോറിൻ്റെ സ്ഥാനം തെറ്റായതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ അകത്ത് കടന്നു വരുന്ന ഒരു ഊർജം, അതല്ലെങ്കിൽ ഇവർ അനുഭവിക്കുന്ന ഒരു നെഗറ്റീവ് ഊർജ്ജങ്ങൾ, അതായത് ആ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഇവർക്ക് ഈ സൗഭാഗ്യങ്ങളെയും അവരുടെ സാമ്പത്തിക സ്ഥിതികളെയും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഓർത്ത് എന്നും ടെൻഷനും ഒക്കെ അടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് 80 സെൻറ്റിമീറ്ററായിട്ട് ഒരു കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു ഭാഗം ഇവർ സൺഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ടില്ല. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ആ കട്ട് ചെയ്ത് പോയ പോർഷൻ ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് സ്ക്വയർ ചെയ്യുക. അതുപോലെ ചുറ്റളവ് 70 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്താൽ ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് മാറും. അതുപോലെ ഇവരുടെ വസ്തുവിൽ ഇതുവരെ ഒരു കിണർ എന്ന് പറയുന്ന സംഭവം കാണുന്നില്ല. കാരണം വെച്ചാൽ ഇവർ എനിക്ക് തോന്നുന്ന താഴെ പ്ലോട്ട് തിരിച്ച് താഴെ തുണ്ടിൽ ഇവിടെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. കാരണം വെച്ചാൽ ഇവർക്ക് സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തൊഴിൽപരമായിട്ടും ഒക്കെ കുറച്ചുകൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് ഈ വസ്തുവിൻ്റെ കിഴക്ക് വടക്ക് മൂല മുറിഞ്ഞു പോവാത്ത രീതിയിൽ ഇതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു ആമ്പൽ കുളം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം അവിടെ കിഴക്ക് വടക്ക് ഭാഗത്ത് വരികയും ചെയ്യും. സാമ്പത്തികപരമായിട്ട് കുറച്ചുകൂടി ഉയർച്ച ഉണ്ടാക്കുന്നതിനും തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും അതിനകത്ത് കാരണമാവും. അത് ചെയ്യുമ്പം വീടിൻ്റെ കിഴക്ക് വടക്ക് മൂലയും മതിലിൻ്റെ കിഴക്ക് വടക്ക് മൂലയും തമ്മിൽ ഒരു വര വരച്ചാൽ ആ വര ബ്രേക്ക് ആവാതെ വടക്ക് ഭാഗത്തായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് ശുദ്ധമായ ജലം നിറച്ചിട്ട് ഇവർക്ക് ആമ്പൽ വളർത്തുക അല്ലെങ്കിൽ മീനെ വളർത്തുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് ഗുണഫലങ്ങൾ മാത്രമേ ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ. ദോഷഫലങ്ങളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് വരില്ല. അതുപോലെ ബ്രഹ്മസൂത്രം ഓപ്പൺ ചെയ്ത് വിടണം. കാരണം വെച്ചാൽ ബ്രഹ്മസൂത്രം ഓപ്പൺ ചെയ്യാനായിട്ട് ഇനി ജനലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഗത്തായിട്ട് 3 ഹോളുകൾ കൊടുത്തു വിട്ടാൽ ഈ വിഷയം തീരും. അതുപോലെ സ്ഥലത്തിന് നാഗദോഷം കാണുന്നുണ്ട്, അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഈ ഒരു വിഷയങ്ങൾ സോൾവ് ചെയ്യുമ്പം വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും. അതുപോലെ ഇതിൻ്റെ വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീണ്ടിരിക്കുന്ന വസ്തുവായിട്ട് കാണുന്നുണ്ട്. ഇത് സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം, ആ നീണ്ടിരിക്കുന്ന ഒരു ഭാഗം ഭൂമിക്കടിയിൽ കൂടി കെട്ടി ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. സ്റ്റെയർ കേസ് തുടങ്ങുന്നതിന് ചില സ്ഥാനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ചില സമയത്ത് സ്റ്റെയർ കേസ് സ്ഥാനത്തിൻ്റെ മാത്രമല്ല, ഇത്ര സ്റ്റെപ്പുകൾ എന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഡയറക്ഷൻ, അങ്ങനെയൊക്കെ നമ്മൾ ചില അധ്യായങ്ങൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അത് കൃത്യമായി ഒന്ന് പറയാമോ? സ്റ്റെയർ കേസ് ചെയ്യുമ്പോഴേ നമ്മൾ ഈ ആദ്യം തുടങ്ങുന്നത് വീടിനകത്തോട്ട് വരുന്ന സ്റ്റെപ്പാണ്. പലരും കൺഫ്യൂഷനാണ്. ചിലപ്പോൾ എത്ര സ്റ്റെപ്പ് വെക്കണം, 2 വെക്കണം, 3 വെക്കണം. ഇപ്പോൾ 2 സ്റ്റെപ്പായാലും 3 സ്റ്റെപ്പായാലും ഈ പറഞ്ഞ പോലെ ചില വീടുകൾ നല്ല ഉയരത്തിലാണ് വെക്കുന്നത്. കാരണം കുറേ സ്റ്റെപ്പുകൾ കയറി വന്നിട്ട് വീടിനകത്ത്, കാരണം പഴയ ട്രഡീഷണൽ ചെയ്യുന്ന ചില വീടുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ വീടിൻ്റെ അകത്തോട്ട് ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് വെക്കുന്ന കാൽ വലതുകാലാണ്. അപ്പോൾ രണ്ടാമത്തെ വെക്കുന്ന കാല് ഇടതുകാല്, മൂന്നാമത് വെക്കുന്നത് വീണ്ടും വലതുകാലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കിൽ നമ്മൾ വീടിൻ്റെ അകത്ത് ആദ്യം ചവിട്ടേണ്ടത് വലതുകാലായിരിക്കണം.
അതനുസരിച്ച് ഇവർക്ക് എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും ഇവർക്ക് വെക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റെയർ കേസിന് സ്ഥാനം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില വീടുകൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ 5 സെൻറ്റ് അല്ലെ 6 സെൻറ്റ് സ്ഥലങ്ങൾ മാത്രമേ കാണൂ. അവർക്ക് ചിലപ്പോൾ ആകെയുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ കിഴക്കുവടക്ക് ഭാഗത്തായിരിക്കും. അപ്പോൾ ഈ കിഴക്കുവടക്ക് ഭാഗത്തുനിന്ന്, അതായത് കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് കയറത്താക്കണം കിഴക്കുവടക്ക് ഭാഗത്ത് സ്റ്റെയർ കേസ് ദോഷമാണ്. കാരണം സ്റ്റെയർ കേസ് അതേപോലൊരു കുഴപ്പമെന്ന് വെച്ചാൽ സ്റ്റെയർ കേസിന് ചില വീടുകളിൽ നമ്മൾ കടന്നു വരുമ്പോൾ മെയിൻ വാതിൽ തുറന്നാൽ ആദ്യം ചവിട്ടി കയറത്തക്കാനുള്ള രീതിയിൽ സ്റ്റെയർ കേസ് ആയിരിക്കും കാണുക. അതായത് മെയിൻ വാതിലിന് നേരെ സ്റ്റെയർ കേസ് വരുന്നത് ദോഷമാണ്. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആ വീട്ടിലൊരു 4 പേര് താമസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 4 പേർക്കും ഇതിൻ്റെ ദോഷങ്ങൾ ഒരുപോലെ പറയണമെന്നൊന്നുമില്ല. ചില ആൾക്കാരായിരിക്കും മാക്സിമം ഇത് പിടിക്കുക. അപ്പോൾ അങ്ങനെ ചവിട്ടി കയറുന്ന വീടുകളിൽ സ്റ്റെയർ കേസ് ഇതേ രീതിയിൽ വരികയാണെങ്കിൽ, അതായത് മെയിൻ വാതിലിന് നേരെ സ്റ്റെയർ കേസ് ചവിട്ടി കയറുന്ന രീതിയിൽ കാണുകയാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാനസികപരമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സൂയിസൈഡ് ടെൻഡൻസികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതേപോലെ ചില സ്റ്റെയർ കേസുകൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ കൊടുത്തേക്കുന്നതായിട്ട് കാണാറുണ്ട്, ഇടത്തു നിന്ന് വലത്തോട്ട് കയറത്തക്കൊണ്ട്. പക്ഷേ നമ്മളെപ്പോഴും സ്റ്റെയർ കേസ് കൊടുക്കുമ്പോൾ ക്ലോക്ക് വൈസിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ സ്റ്റെയർ കേസിന് കൃത്യമായിട്ടുള്ളൊരു സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ കിഴക്കുവടക്ക് ഭാഗത്ത് ഒരു കാരണവശാലും നമ്മൾ സ്റ്റെയർ കേസ് കൊടുക്കാറില്ല. പിന്നെ ചിലർ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഞങ്ങൾ കന്നിമൂല ഭാഗത്തായിട്ട് സ്റ്റെയർ കേസ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കന്നിമൂല ഭാഗത്ത് സ്റ്റെയർ കേസ് വരുന്നതുകൊണ്ട് നമുക്ക് ദോഷമില്ല. പക്ഷേ ചില വീടുകളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പം ഈ സ്റ്റെയർ കേസ് നമ്മുടെ ഭിത്തിയോട് ചേർത്തായിരിക്കാൻ വെച്ചിരിക്കുക. അപ്പോൾ കന്നിമൂല ഭാഗത്ത് ഭിത്തിയോട് ചേർത്ത് ഈ ഒരു സ്റ്റെയർ കേസ് വന്ന് വരുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ കന്നിമൂലയുടെ പോർഷൻ പലപ്പോഴും മിസ്സിങ് ആയി പോകുന്നതായിട്ട് കാണാറുണ്ട്. ഇനി അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വീടും ഈ സ്റ്റെയർ കേസും തമ്മിൽ ഒരു 2 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് ഇട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടും. അത് തന്നെയല്ല, സ്റ്റെയർ കേസ് റോങ് സൈഡിൽ വന്നു എന്ന് വിചാരിച്ച് ഇപ്പം വാതിലിന് നേരെ ചവിട്ടി കയറുന്ന രീതിയിൽ സ്റ്റെയർ കേസ് കണ്ടു എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. അത് ഏതെങ്കിലും ഒരു കർട്ടനോ അല്ലെങ്കിൽ ഒരു സ്ക്രീനോ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം